അടുത്തറിയാം ന്യൂസിലൻഡ് എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ന്യൂസിലൻഡിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള നഗരം ഏതാണെന്നല്ലേ? ഹാമിൽട്ടൺ. ഇവിടെയാണ് ഏറ്റവും നീളം കൂടിയ നദിയും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. ഇവിടെ ഒരുപാട് മലയാളികൾ തിങ്ങി പാർക്കുന്നുണ്ട്. ഭൂരിപക്ഷം ആൾക്കാരും മെഡിക്കൽ റിലേറ്റഡ് ആണെങ്കിൽ പോലും ചെറുതും വലുതുമായ ബിസിനസ് നടത്തുന്ന ഒരുപാട് ആൾക്കാർ തന്നെ ഈ ഹാമിൽട്ടണിലുണ്ട്. അവരെ ചിലരെ പരിചയപ്പെടുത്താനാണ് നമ്മൾ ഈ സെഗ്മെന്റിലൂടെ വരുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ടോട്ടൽ ഇൻഷുറൻസ് ആൻഡ് മോർഗേജ് എന്ന സ്ഥാപനത്തിന്റെ മുന്നിലാണ്. ഇത് നടത്തുന്ന ശിവചേട്ടന്റെ ബിസിനസ് വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. അടുത്തറിയാം ന്യൂസിലൻഡ് എന്ന പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. താങ്ക് യു. അപ്പൊ ഷിചേട്ടാ, നമ്മുടെ ഹാമിൽട്ടണിലുള്ള എല്ലാ മലയാളികൾക്കും മാത്രമല്ല എല്ലാ കമ്മ്യൂണിറ്റീസിനും ഷിചേട്ടൻ നല്ല പരിചയമാണ്. എനിക്കും പേഴ്സണലി ഷിചേട്ടൻ നന്നായിട്ട് അറിയാം. സോ ഷിചേട്ടന്റെ ആ ഒരു സക്സസ് ജേർണി തുടങ്ങിയത് എങ്ങനെയായിരുന്നു, എവിടെ നിന്നായിരുന്നു എന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയാമോ? ഞാൻ നാട്ടിൽ വളരെ കോഴിക്കോട് കോടഞ്ചേരി പുലിക്കയം എന്ന് പറഞ്ഞൊരു ചെറിയൊരു വില്ലേജിൽ ജനിച്ച് വളർന്ന് അവിടുത്തെ ഒരു നോർമൽ സ്കൂളിൽ പഠിച്ച് ഒത്തിരി കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ചൈൽഡ്ഹുഡിലൂടെയാണ് ഞാൻ വന്നത്. ഈ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞാനൊരു 18 വയസ്സായപ്പം നാട്ടിൽ നിന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് നേരെ ഡൽഹിക്ക് പോയി. അങ്ങനെ ഡൽഹിയിൽ ഒരു 2 വർഷത്തിന് ശേഷമാണ് എനിക്കൊരു നല്ലൊരു ജോലി കിട്ടുന്നത്. അപ്പം അന്ന് എല്ലാവരും ചെയ്യുന്ന മാതിരി എനിക്ക് ആദ്യത്തെ ഒരു ജോലി അവിടെ കിട്ടുന്നത് കോൾ സെൻറ്ററിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നു. നല്ല ജോലി, പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല. അങ്ങനെ എനിക്കൊരു മറ്റൊരു ജോലിയിലേക്ക് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതൊരു കമ്പനിയിൽ, വലിയൊരു കമ്പനിയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് ഹെൽപ്പ് ചെയ്തിട്ടാണ് എനിക്ക് അവിടെ ജോലി സെറ്റാകുന്നത്. അവിടെ ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ കമ്പനിയിൽ ഓൾ ഇൻ ഓളായി. അവിടുത്തെ ബോസിന് എന്നെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് എനിക്ക് നല്ലൊരു ഒത്തിരി അവരുടെ ബോസിൻ്റെ സപ്പോർട്ടും കമ്പനിയിലുള്ള ആൾക്കാരുടെ സപ്പോർട്ടൊക്കെ ആയിട്ട് എനിക്ക് ഒത്തിരി നന്നായിട്ട് അവിടെ ഗ്രോ ചെയ്യാൻ പറ്റി. നല്ലൊരു പൊസിഷനിലേക്ക് അവിടെ എത്തി. അപ്പോൾ ആ പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ വൈഫ് നേഹനെ ഞാൻ ആ കമ്പനിയിൽ നിന്നാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പം അതായിരുന്നു ഒരു റീസൺ ന്യൂസിലൻഡിലേക്ക് വരാനുള്ളത്. നേഹ ഒരു ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റിയിലാണ്. അതായത് അവളൊരു ടിപ്പിക്കൽ പഞ്ചാബി ഫാമിലിയിൽ നിന്നാണ്. അപ്പം ഓഫ് കോഴ്സ് ഫാമിലി ഇഷ്യൂസ്, കല്യാണത്തിന് പ്രശ്നങ്ങളുണ്ടാകും. അപ്പം നേഹയുടെ ഒരു ഐഡിയ ആയിരുന്നു ഇന്ത്യയിൽ നിന്ന് വെളിയിൽ പോയി സെറ്റിലായി കഴിഞ്ഞാൽ വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കാം. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. ലക്കിലി കോഴ്സ് കഴിഞ്ഞ ഉടനെ എനിക്കൊരു നല്ലൊരു കമ്പനി ജോലി കിട്ടി. ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജറായിട്ടൊരു കമ്പനി ജോലി കിട്ടി. ആ ജോലി ഞാൻ ഒരു 2 വർഷത്തോളം കണ്ടിന്യൂ ചെയ്തു. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്കൊരു നല്ലൊരു ഒരു കിവി ഒരു അപ്പച്ചൻ യാദൃശ്യമായി കണ്ടുപിട്ടി. പുള്ളിയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ പുള്ളിക്കാരനാണ് എനിക്ക് ആദ്യമായിട്ട് 2013 എന്നെ ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇൻഷുറൻസിൻ്റെ ആവശ്യകത ആർക്കും അറിയുപോലുമില്ല. അപ്പം ആ സമയത്താണ് ഞാൻ ഈ ഇൻഡസ്ട്രി വരുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ആ സമയത്തെല്ലാം എൻ്റെ ലോക്കൽ ഇവിടെയുള്ള ആൾക്കാരാണ് എൻ്റെ ക്ലയൻസ്. കിവീസ് അധികം ബിസിനസ് ചെയ്യുന്നവർ, ഫാമേഴ്സ്. അപ്പോൾ ആ ഒരു ജേർണി ഒരു 5 to 6 ഇയേഴ്സ് ഞാൻ ഇൻഷുറൻസ് മാത്രം ചെയ്തുകൊണ്ടിരുന്നു. 2017 ഞാൻ ഈ ഹോം ലോൺ അല്ലെങ്കിൽ മോർഗേജ് ആ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അഡ്വൈസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ ഒത്തിരി ഇൻവോൾവ് ആകുന്നത്. അതിനുശേഷം കൂടുതൽ നമ്മുടെ മലയാളീസ് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഹോം ലോൺ എടുക്കാൻ, അതായത് വീട് മേടിക്കാൻ ആ സമയത്താണ് ഒത്തിരി ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇതിനു മുമ്പ് ന്യൂസിലൻഡിൽ വീട് മേടിക്കുന്ന ആൾക്കാർ കുറവായിരുന്നു. എന്നുവെച്ചാൽ ഇവിടുത്തെ വീടിന് വില കുറവായിരുന്നു. ഇവിടെ പ്രോപ്പർട്ടി മാർക്കറ്റ് എപ്പോഴും ഒരു സ്ലോ ആയി നിൽക്കുന്ന ഒരു ട്രെൻഡായിരുന്നു അന്ന്. പക്ഷേ 2017 ശേഷം ഭയങ്കരമായിട്ട് പ്രോപ്പർട്ടി മാർക്കറ്റ് ബൂം ചെയ്തു. അപ്പോൾ ഒത്തിരി ആൾക്കാർ വീട് മേടിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് വന്നു. അപ്പം നമുക്കൊത്തിരി അങ്ങനെ ഇൻവോൾവ് ചെയ്ത് ഞാൻ ഒത്തിരി നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയായിട്ട് വീണ്ടും എനിക്ക് നല്ല രീതിയിലൊരു ബന്ധം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വയ്ക്കാൻ പറ്റി. അത് 2018, 19, 20 അങ്ങനെ ഓരോ വർഷവും നമ്മുടെ ക്ലയൻറ്റ് ബേസ് കൂടിക്കൊണ്ടിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നത് ഹോം ലോണിന് വേണ്ടിയിട്ട്, സ്പെഷ്യലി ഫസ്റ്റ് ഹോം ബയേഴ്സ്.
ഫസ്റ്റ് ഹോം ബയേഴ്സ് ഇവിടെ വന്നൊരു വീട് മേടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രോപ്പർട്ടി മാർക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ലോണിൻ്റെ സിസ്റ്റം, ഇവിടുത്തെ ബാങ്കിങ്ങിൻ്റെ സിസ്റ്റം ഒന്നും ഒത്തിരി ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ അവരുടെ ഒരു ഫസ്റ്റ് മീറ്റിങ്ങിൽ നമ്മൾ അവരുടെ റിക്വയർമെൻറ്റ് നോക്കും. അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, കറണ്ട് ജോബ് സിറ്റുവേഷൻ എന്താണ്, കറണ്ട് ഇൻകം എന്താണ്, ഇതെല്ലാം നോക്കിയിട്ട് ഞങ്ങളുടെ ഒരു പ്രോസസ്സുണ്ട്. അത് മൊത്തം ഞങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്ത് അവരുടെ ഒരു കേസ് ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ റിക്വയർമെൻറ്റ് എന്താണോ, അപ്പം അവർക്ക് എത്ര വരെ അവർക്ക് ലോൺ കിട്ടാം, അവരുടെ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇവർക്കൊരു ഐഡിയ കൊടുക്കും. നിങ്ങൾക്ക് ഇത്ര വരെ ലോൺ കിട്ടും. പിന്നെ അവരുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ അവർക്ക് കൂടുതൽ ലോൺ കിട്ടണം. ചിലപ്പോൾ ചില കസ്റ്റമേഴ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ മാത്രം വീട് വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ട് ലോണായിട്ട് കിട്ടേണ്ടി വരും അവർക്ക് ആ പ്രോപ്പർട്ടി മേടിക്കുക എന്നുള്ള ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞങ്ങളുടെ ടീം, ടോട്ടൽ അഷുറൻസിൻ്റെ ടീം തന്നെ ഇതെല്ലാം വർക്കൗട്ട് ചെയ്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് കൊടുത്തിട്ട് നമുക്ക് അവരുടെ ആ ലോൺ അപ്രൂവ് ചെയ്ത് കൊടുക്കും. ലോൺ അപ്രൂവ് കൊടുത്തതിന് ശേഷം അവർക്ക് ആ വീട്ടിൽ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ വീട് കയറി കൂടുന്ന ആ സമയം വരെ ഞങ്ങൾ ടീം അവരുടെ ഒപ്പം ഉണ്ടാവും. എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും കൊടുക്കും. ഈ ലോൺ നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ഇഷ്യൂ ഉണ്ടായി, ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും നമുക്ക് അതിനൊരു ബാക്കപ്പ് വേണം. അതാണ് ഇവിടുത്തെ ഇൻഷുറൻസ്. അപ്പം ഓഫ് കോഴ്സ് വീട് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇൻഷുറൻസിൻ്റെ അഡ്വൈസും കൊടുക്കും. എന്തൊക്കെ ആണ് അവർക്ക് ഇൻഷുറൻസ് വേണ്ടത്, എന്തൊക്കെ പ്രൊഡക്റ്റാണ് അവരുടെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ച് എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്, അത് എഗെയിൻ ഞങ്ങളൊരു പ്രോപ്പർ പ്രോസസ്സായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കും. അതാണ് ഇൻഷുറൻസിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പം അതും ഒത്തിരി ഹെൽപ്ഫുള്ളാണ് ആൾക്കാർക്ക്. ഇവിടെ വന്ന് വീട് മേടിച്ചു കഴിഞ്ഞു, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ലോൺ എങ്ങനെ അടഞ്ഞു പോകും, അതിലെല്ലാം ഒരു കറക്റ്റായിട്ട് ഗൈഡൻസ് കൊടുത്തിട്ട് ഞങ്ങൾ ആ ഇൻഷുറൻസിൻ്റെ പ്രൊഡക്റ്റും കൊടുക്കാറുണ്ട്. ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പം മെയിനായിട്ട് ഇൻഷുറൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അന്ന് 2013 തൊട്ടുള്ള ഒത്തിരി ക്ലയൻറ്റ്സ് എനിക്കുണ്ട്. അത് അധികം കിവീസ്, ഫാമേഴ്സ്, ബിസിനസ് ഓണേഴ്സ്. അപ്പം സെയിം ടൈം ഞാൻ അവരെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ ബിസിനസ് ഞാൻ എല്ലാ വർഷവും റിവ്യൂ ചെയ്തിട്ട് അവരുമായിട്ടൊരു മിക്കവാറും ഞാൻ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പം ആ ബിസിനസ്സും കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഷിജേട്ടാ, അടുത്തായിട്ട് നമുക്ക് അറിയേണ്ട ഷിജേട്ടൻ്റെ കുടുംബം, ഭാര്യ, മക്കൾ, ഇവരെയൊക്കെ കുറിച്ചാണ്. ഒന്ന് പറയാമോ? ഓക്കെ. അബി, എനിക്ക് 2 ആൺകുട്ടികൾ. മൂത്ത ആൾ വിവാൻ ബാർക്ലീസ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു സ്കൂളിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ റിയാൻ. അവൻ റോട്ടറ്റൂണ പ്രൈമറി എന്ന് പറഞ്ഞൊരു നല്ല സ്കൂളിൽ പഠിക്കുന്നു. പിന്നെ വൈഫ്, ഞാൻ ആദ്യം ഒരു ചെറിയൊരു ഇൻട്രോ തന്നിരുന്നു. അവളൊരു പഞ്ചാബി ഗേൾ, കെയിം ടു ദ മലയാളി കമ്മ്യൂണിറ്റി. അപ്പോൾ അവളൊത്തിരി നല്ല രീതിയിൽ മലയാളി കമ്മ്യൂണിറ്റി ആയിട്ട് മിങ്കിൾ ചെയ്ത് നല്ലൊരു ഫാമിലി ലൈഫ് പോകുന്നു. അവളും ബിസിനസ്സിൻ്റെ ഒരു പാർട്ടാണ് അവൾ. അപ്പോൾ ഈ നമ്മുടെ ഹാമിൽട്ടണിലെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ അറിയാം, നാട്ടിലെ എല്ലാ ആഘോഷങ്ങളും ഓണം, ക്രിസ്മസ്, വിഷു, ഇതെല്ലാം എല്ലാവരും ചെറിയ രീതിയിൽ സ്വന്തം വീടുകളിൽ ആഘോഷിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് TV കണ്ടിരിക്കുക, അങ്ങനെ ഒരു ട്രെൻഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ ഹാമിൽട്ടൺ കമ്മ്യൂണിറ്റി, ശരിക്കും ഹാമിൽട്ടണിലെ ന്യൂസിലൻഡ് എല്ലായിടത്തും അതെന്ന് എനിക്ക് തോന്നുന്നത്, നമ്മൾ വളരെ നല്ല രീതിയിൽ ഇത് ആഘോഷിക്കുകയാണ്. അതായത് ഒരു ഉത്സവം, എന്തൊരു ആഘോഷം വന്നു കഴിഞ്ഞാലും അത് ആ ആഘോഷമായിട്ട് തന്നെ വലിയ രീതിയിൽ നമ്മൾ മാക്സിമം കമ്മ്യൂണിറ്റീനെ ഇൻവോൾവ് ചെയ്തിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മിസ് ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിലെ ഫുഡ്, നമ്മുടെ കേരള ഫുഡ് നമ്മൾ മിസ് ചെയ്യുന്നത്. പക്ഷേ ലക്കിലി നമുക്ക് ഹാമിൽട്ടണിൽ, ന്യൂസിലൻഡ് മറ്റൊരിടത്തും ഇല്ലാത്ത മാതിരി തന്നെ ഹാമിൽട്ടണിൽ വളരെ നല്ല കേരള ഫുഡ് കിട്ടുന്ന നല്ല കുറച്ച് റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പം നമുക്കൊരു ബ്ലെസ്സിങ് ആണ് കേട്ടോ അത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് എൻ്റെ മമ്മി. എൻ്റെ ജീവിതത്തിലെ ഓരോ വിജയത്തിലും അതിൻ്റെ പിന്നിൽ എൻ്റെ മമ്മിയുടെ പ്രാർത്ഥനയും മമ്മിയുടെ അനുഗ്രഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് വിശേഷങ്ങൾ പങ്കുവച്ചത് ടോട്ടൽ അഷുറൻസിൻ്റെ സാരഥി നമ്മുടെ ഷിജേട്ടന് 1000 നന്ദി.
താങ്ക് യു സോ മച്ച് അബി. ഈ ടോട്ടൽ അഷുറൻസിൻ്റെ വിശേഷങ്ങളും ഞങ്ങളെക്കുറിച്ചുള്ള ഒരു എൻ്റെ മാതിരി ഒത്തിരി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിലും ഇവിടെയുള്ള മലയാളീസിൻ്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ കാണിച്ച ഈ ഒരു സന്മനസ്, നിങ്ങളുടെ ഒരു സമയം, അതിനെ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഏഷ്യാനെറ്റ്. അടുത്തറിയാം ന്യൂസിലൻഡ് എന്ന അടുത്ത സെഗ്മെന്റിൽ ഒരു പുതിയ വ്യക്തിയുമായിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ബൈ.